ഉന്നത വിദ്യാഭ്യാസം ഫിഷറീസ് വകുപ്പുകളുടെ കാര്യത്തിൽ കോൺഗ്രസുമായി തർക്കം നിലനിൽക്കെ നിർണായകമാവുക ലീഗ് തീരുമാനം. ഫിഷറീസ് വകുപ്പ് വേണമെന്ന കടുത്ത നിലപാടിലാണ് ലീഗ്. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകരുതെന്ന നിലപാടിലാണ് ലത്തീൻ സഭാ നേതൃത്വം. CB അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ലീഗിന് ഉന്നത വിദ്യാഭ്യാസം ലീഗിൽ നിന്ന് എടുത്തു മാറ്റി കോൺഗ്രസ് എടുത്തു, സംശയമില്ല. അത് പക്ഷേ അതിന് പകരം ലീഗ് ഇത്തരം ഫിഷറീസ് പോലൊരു വകുപ്പിനായി കടുംപിടുത്തം പിടിക്കുന്ന എന്ത് സാഹചര്യത്തിലാണ്? മറ്റെന്തെങ്കിലും വകുപ്പ്, ചെറിയ വകുപ്പുകൾ വല്ലതും സ്വീകരിച്ചാൽ പോലെ? കാരണം 5 മന്ത്രിസ്ഥാനം ഓൾറെഡി അവർക്കുണ്ട്. 5 മന്ത്രിസ്ഥാനവുമായി മന്ത്രിസഭയിൽ അതിശക്തമായി നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് വീണ്ടും ഈ കടുപിടുത്തം പിടിക്കുന്നത്. എത്രത്തോളം സ്വീകാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? രഞ്ജിത, ഗുഡ് മോർണിംഗ്. ലീഗിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഫിഷറീസ് ലീഗിന് തരില്ല എന്ന നിബന്ധന അല്ലെങ്കിൽ നിർബന്ധം വെക്കുന്നു എന്നുള്ള ചോദ്യമാണ് വരുന്നത്. കാരണം കേരളത്തിൽ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തിന് അതിർത്തി വരെ നോക്കുമ്പോൾ കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലയിൽ ലത്തീൻ കത്തോലിക്കയുടെ സാന്നിധ്യം ഈ ഒരു തീരദേശ മേഖലയിൽ ഇല്ല. അതിനുശേഷമാണ് അവരുടെ സാന്നിധ്യമുള്ളത്. അപ്പോൾ ഒരു കേരളത്തിൻ്റെ പകുതിയിലധികം ഇടങ്ങളിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ് ഈ ഒരു മത്സ്യബന്ധന ജോലിയിൽ ഏർപ്പെടുന്നതിൽ ഭൂരിഭാഗം ഉള്ളത്. അപ്പോൾ കേവലം ഒരു മേഖലയെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു അവകാശം അവർക്കുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന ചോദ്യമാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ലീഗിനെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസം വിട്ടുകൊടുത്തതിന് കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്താലാണ്. അപ്പോൾ ഇനി ഫിഷറീസ് കൂടി വിട്ടുകൊടുത്താൽ മറ്റേത് വകുപ്പ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴിപ്പെടരുത് എന്ന ആ ഒരു നിബന്ധനയാണ് മുസ്ലിം ലീഗ് മുന്നിലുള്ളത്. കാരണം ലീഗിനെ എന്തുകൊണ്ട് ഈ പറയുന്ന വിവാദങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന ചോദ്യം. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിൻ്റെ താല്പര്യം, അതുപോലെ തന്നെ ക്രിസ്തീയ സംഘടനകളുടെ നിലപാടും ഒക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് ഏറ്റെടുക്കാൻ കോൺഗ്രസിന് ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ വീണ്ടും ലീഗിനെ കോർണർ ചെയ്യുന്ന തരത്തിലേക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ലീഗിന് അതൃപ്തി ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ലീഗിലെ ആ ഒരു വിഭജനം, അത് പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ VK ബഷീറാണ്. പക്ഷേ ഗഫൂറിന് പൊതുമരാമത്ത് വകുപ്പ് കൊടുക്കണമെന്നൊരു താല്പര്യം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ VK ബഷീറിൻ്റെ സമ്മർദ്ദം കാരണം ആ വകുപ്പ് ബഷീറിന് തന്നെ കൊടുക്കുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ബഷീറിന് കൊടുക്കുന്ന സാഹചര്യമാണ്. ഗഫൂറിന് പക്ഷേ വകുപ്പ് കിട്ടാത്തതും ഇനി ഒരു പക്ഷേ ലീഗിൽ ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുമാരും ഉണ്ടാകുമെന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ലീഗിനെ കേന്ദ്രീകരിച്ച് വിവാദങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു എന്നതാണ് ലീഗിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇന്ന് ഉച്ചയോടെ അത് തീരുമാനമാകുമെന്നാണ് പറയുന്നത്. ലീഗിനെ സംബന്ധിച്ച് സുപ്രധാന വകുപ്പുകൾ ആയിരുന്ന ഉന്നത വിദ്യാഭ്യാസം വിട്ടുകൊടുത്തതിന് ശേഷമാണ് അവർ ഫിഷറീസ് ആവശ്യപ്പെടുന്നത്. ഈ കേരളത്തിൽ ഒരു മേഖലയിൽ മാത്രം സ്വാധീനമുള്ള, കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിൽ വലിയ സ്വാധീനമില്ലാത്തവർ ഈ ഫിഷറീസിൻ്റെ മുഴുവൻ കുത്തവകാശം അവർക്കാണെന്ന് പറയുന്നതിൽ ആ ഔചിത്യം, അതിൻ്റെ ലോജിക്ക് എങ്ങനെയെന്നൊരു ചോദ്യമാണ് ലീഗ് ഉന്നയിക്കുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയം ഏറെ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് ഈ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.